കോഴിക്കോട്ടേക്കൊന്ന് പോവുകയാണ്. കോഴിക്കോട് നഗരത്തിൽ കോട്ടൂളി പ്രദേശത്ത് കോട്ടൂളി ജംഗ്ഷനിൽ വെള്ളക്കെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജന സുകുമാരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, അല്പസമയം മുമ്പ് രാഹുൽ വിവിധ പ്രദേശങ്ങളെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലയിടങ്ങൾ, പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ കോട്ടൂളിയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ അവസ്ഥ എന്താണ്? അതെ പൂജ, കോഴിക്കോട് നഗരത്തിന്റെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടെന്നുള്ളതാണ്. രാത്രി പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രദേശം തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ കോട്ടൂളി ജംഗ്ഷൻ. ഒരു മഴയ്ക്കോ അല്ലെങ്കിൽ നന്നായിട്ട് അല്പസമയം മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. അല്പം താഴ്ന്നിരിക്കുന്ന പ്രദേശമാണ് അത്, പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഒഴുകി പോകാറുമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിൽ മഴ ശക്തമായിരുന്നു. കനത്ത മഴയായില്ലെങ്കിൽ പോലും ഇടവിട്ടുള്ള ശക്തമായ മഴ ലഭിച്ചിരുന്നു. മഴയുടെ തോത് അല്പം കുറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. നിലവിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇപ്പോൾ വെള്ളം ഒഴുകി പോവാത്തത്. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി എന്തെന്നാൽ ഈ മാവൂർ റോഡിന്റെ ഭാഗമായിട്ടുള്ളൊരു റോഡാണിത്. തൊണ്ടയാടേക്ക് പോകുന്ന റോഡാണ്. ഇതിന്റെ ഏതാണ്ട് ഒരു 300 മീറ്ററോളം പൂർണ്ണമായും ഈ റോഡ് വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കൊക്കെ തന്നെയും കടന്നു പോകാൻ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം, തൊട്ടപ്പുറത്തുള്ള കടകളിലേക്ക് പോലും ഈ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വലിയ വാഹനങ്ങളൊക്കെ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് ഒരു കടലിന്റെ അല്ലെങ്കിൽ തിരമാല ഉണ്ടാകുന്ന പ്രതീതിയാണ് ഉള്ളത്. ചില യാത്രക്കാർ അല്ലെങ്കിൽ ചില വാഹനങ്ങൾ, ഭാരവാഹനങ്ങളൊക്കെ യാതൊരു മര്യാദയും ഇല്ലാതെ തൊട്ടപ്പുറത്തുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ ഉൾപ്പെടെ ഈ ഒരു വെള്ളത്തിൽ പോലും കടന്നു പോകുന്നുണ്ടെന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. തൊട്ടപ്പുറത്തുള്ള ചെറിയ ഇട റോഡുകളൊക്കെ ഉണ്ട്, അവിടേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടേക്ക് ആളുകൾക്ക് കയറി പോകുന്നതിനൊക്കെ ഇതൊരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ കാനകളൊക്കെ തുറന്നിരിക്കുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വെള്ളമുള്ള സമയത്ത് ഇവിടെ അപകടങ്ങളും കൂടാറുണ്ട്. ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാന തുറന്നിരിക്കുന്നത് യാത്രക്കാർക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ബസ്സും മറ്റ് ഇരുചക്ര വാഹനങ്ങളും ഒക്കെ സൈഡ് കൊടുക്കുന്നതിനിടയിൽ കാനയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ മറിഞ്ഞു വീണ് അപകടമൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും അത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും മഴ ഇപ്പോഴും തുടരുക തന്നെയാണ്. ജില്ലയിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും തൊട്ടപ്പുറത്തൊക്കെ കടകളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വീടുകൾ ഉൾപ്പെടെയുണ്ട്, ചെറിയ വഴികളൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടി. അപ്പോൾ അവിടേക്കുള്ള ആളുകൾക്കൊക്കെ കടന്നു പോകുന്നതിനുള്ളൊരു വലിയ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. മഴ ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും നിലവിൽ വെള്ളം ഇറങ്ങി പോകാത്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് നഗരത്തിൽ തന്നെയും വലിയ വെള്ളക്കെട്ട് ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ KSRTC മാവൂർ റോഡിന്റെ മുൻഭാഗത്ത്, അതോടൊപ്പം തന്നെ സ്റ്റേഡിയം ജംഗ്ഷൻ, നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ പാലാഴി മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മഴയുടെ അളവ് കുറയുകയാണെങ്കിൽ, അതായത് മഴ ലഭിക്കുന്നത് കുറയുകയാണെങ്കിൽ അല്പം വൈകാതെ തന്നെ ഈ വെള്ളക്കെട്ട് മാറാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഈ വെള്ളക്കെട്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് അവിടെ നിന്നും ഇപ്പുറത്തേക്ക് കടന്നു വരാനായി വലിയ ബുദ്ധിമുട്ടാണ്. 300 മീറ്ററോളമാണ് ഈ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നത്. പൂജ, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്, പ്രത്യേകിച്ച് നഗരമേഖലകളിലും മലയോര മേഖലകളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഞ്ജന, ഒരു കാര്യം കൂടി, ഈ ഡാമുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് കക്കയം ഡാമിലൊക്കെ അലർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ അറിയുന്നുണ്ട്? മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ താമരശ്ശേരി ചുരത്തിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ഗതാഗത പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഴയൊന്ന് അല്പമെങ്കിലും ഒന്ന് മാറിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ കൂടി. കക്കയം ഡാമിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായിരുന്നു. രാത്രിയിൽ ഉൾപ്പെടെ ഇടവിട്ടുള്ള ശക്തമായ മഴ വൃഷ്ടിപ്രദേശത്ത് ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 756.64 മീറ്ററോളം ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അല്പം കൂടി മഴ ലഭിക്കുകയാണെങ്കിൽ, വെള്ളത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് റെഡ് അലേർട്ട് നൽകി ഈ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുറ്റ്യാടിപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. മഴ കൂടുതൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഡാം തുറന്നുവിടേണ്ട കാര്യങ്ങളിലേക്കൊക്കെ, അത്തരം നടപടികളിലേക്കൊക്കെ കടക്കുക. നിലവിൽ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. രാത്രിയിലായാലും അത്തരത്തിലായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് നിലവിലെ ആശ്വാസമുണ്ട്. ശക്തമായ മഴ തുടരെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലേക്കൊക്കെ ഇന്നലെ രാത്രി യാത്രാ നിരോധനം ഉണ്ടായിരുന്നു. മലയോര മേഖലയിൽ ഈ 28-ാം മൈൽ മുതൽ തലയാട് വരെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടായിരുന്നു. ഇന്നലെ 26-ാം മൈലിൽ 2 തവണ മണ്ണിടിയുകയും ഇവിടുത്തെ ഗതാഗതം
തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഹിറ്റാച്ചിയും മറ്റു ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുവന്നാണ് ഈ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇവിടേക്കുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ താമരശ്ശേരി ഭാഗത്തൊക്കെ ഇന്നലെ വലിയ ബുദ്ധിമുട്ട് മഴയെ തുടർന്നുണ്ടായിരുന്നു, കെടുതികളും ഉണ്ടായിരുന്നു. ഈങ്ങാപ്പുഴ മേഖലയിലായിരുന്നു വലിയ രീതിയിൽ വെള്ളം കയറുകയും ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി ആളുകളെ ശരി അഞ്ജന, എന്തായാലും കോട്ടൂളി പ്രദേശത്ത് നിന്നാണ് അഞ്ജന സുകുമാരൻ തത്സമയം റിപ്പോർട്ട് ചെയ്തത്. വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് പ്രശ്നമുണ്ട്.